ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ഈ വഴിയിലൂടെ യാത്ര ചെയ്തിട്ട്. കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളും പേറി ഞങ്ങൾ മുളയത്തുകാരുടെ കോക്കാൻകുന്ന് എന്ന മലയിലേക്ക് വീണ്ടും ഒരു യാത്ര തുടങ്ങി. മല കയറി ശീലമില്ല, ജീവിതരീതിയും അനുകൂല ഘടകമല്ല. എങ്കിലും കാഴ്ചയുടെ വ്യത്യസ്തതയിലേക്കുള്ള പ്രയാണം കഷ്ടപ്പാടുകൾ ഒരു ഭാരമാകുന്നില്ല. വന്യമായ സൗന്ദര്യം ഒരു ലഹരി തന്നെയാണ്. പാറമടകൾ മനുഷ്യൻ്റെ സൃഷ്ടിയാണെങ്കിലും അത് അവശേഷിപ്പിക്കുന്ന ഭീകരമായ സൗന്ദര്യം നമ്മുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കും. ഇനിയുള്ള വഴിത്താര വളരെ അപകടം നിറഞ്ഞതാണ്. പാറച്ചെരുവിലൂടെ അപ്പുറം കടന്നു വേണം ഇനിയുള്ള യാത്ര തുടരാൻ. ഭയം അല്പം പുറകോട്ട് വലിച്ചെങ്കിലും ചില ബാല്യകാല സ്മരണകൾ ഞങ്ങളെ മുന്നോട്ട് നയിച്ചു. ചില പുൽനാമ്പുകൾ ഞങ്ങളെ തഴുകുന്നുണ്ട്. വിരുന്നുകാരെ സ്വീകരിക്കുന്ന ആതിഥേയരെ പോലെയാണവർ. ചില പുൽക്കൊടികളാണെങ്കിൽ ഞങ്ങളുടെ വരവ് തീരെ ഇഷ്ടപ്പെടാത്തതുപോലെയാണ്. പിടിച്ചു. ഇനി ഇവരുടെ വക മുഴുവൻ ദേഹപരിശോധനയും കഴിഞ്ഞു വേണം ഇനി അങ്ങോട്ടുള്ള യാത്ര തുടരാൻ. ഒരു പുൽക്കുടിയെ പോലും നോവിക്കാതെയും നശിപ്പിക്കാതെയുമാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. വിരുന്നുകാരൻ്റെ ഔചിത്യം ഞങ്ങളും പാലിക്കേണ്ടതല്ലേ? യാത്രയുടെ പകുതിയും പിന്നിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ഈ മനോഹര ദൃശ്യം കൺകുളിർക്കെ കണ്ട് കുളിർക്കാറ്റിൻ്റെ തലോടലുമേറ്റ് ക്ഷീണമകറ്റി ബാക്കിയുള്ള യാത്ര തുടരാം. കഠിനമായ മല കയറി കല്ലും മുള്ളും ചവിട്ടി മുൾക്കാടുകൾക്കിടയിലൂടെ നൂണ്ടുകയറാൻ ഒരു സുഖം തന്നെയാണ്. നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് ഔഷധസസ്യങ്ങൾ ഇവിടെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കഠിനമായ കയറ്റം കയറി ഞങ്ങൾ ആ വലിയ പാറയുടെ അടിവാരത്തെത്തി. പ്രകൃതി ഒരുക്കിയ ഈ വിസ്മയം കണ്ട് കുറച്ചു നേരം ഞങ്ങൾ അങ്ങനെ അന്താളിച്ച് നിന്നുപോയി. വാക്കുകൾക്കതീതമാണ് ഈ കൂറ്റൻ പാറയും ചുറ്റുപാടുകളും. ഈ വിസ്മയലോകത്തിൻ്റെ കുറച്ച് ഫോട്ടോകൾ എടുത്ത് ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടർന്നു.
അങ്ങനെ യാത്രയുടെ ലക്ഷ്യസ്ഥാനം എത്തിയെന്ന് തന്നെ പറയാം. താഴെ കാണുന്ന പാറയുടെ നെറുകിൽ അള്ളിപ്പിടിച്ച് കയറിയാൽ കാഴ്ചയുടെ ഒരു അത്ഭുതലോകം തന്നെ നമുക്ക് മുന്നിൽ തുറന്നു കാണാം. തൃശ്ശൂർ പട്ടണം, വെള്ളയാനിമല, പുത്തൂർ മലകൾ, അങ്ങനെ പശ്ചിമഘട്ട പർവ്വതനിരകൾ തൊട്ട് ഒരുപാട് സ്ഥലങ്ങൾ. ലോലമായ ഇളങ്കാറ്റും കണ്ണഞ്ചപ്പിക്കുന്ന കാഴ്ചയും കണ്ടിരുന്നാൽ സമയം പോകുന്നതേ അറിയുകയില്ല. എന്നാൽ ഒന്ന് കാലിടറിയാലോ അത് ജീവിതം തന്നെ അസ്തമിക്കുന്നതിന് കാരണമാകും. ഇനി തിരിച്ചിറക്കാം. കണ്ണും മനസ്സും കുളിർത്ത് ഇനിയൊരു നാൾ വീണ്ടും വരാമെന്ന് പറഞ്ഞ് ആത്മസംതൃപ്തിയോടെയുള്ള തിരിച്ചിറക്കം. ജീവിതത്തെ പാറയുരട്ടി നിസാരവൽക്കരിച്ച് നാറാണത്ത് തമ്പുരാനും ഇതുപോലൊരു മലയാണത്രയും പ്രചോദനമായത്. ഈ മലകൾക്ക് കോക്കാൻകുന്ന് എന്ന പേര് എങ്ങനെ കിട്ടി? കുഴക്കുന്ന ചോദ്യമാണത്. ഒരുപക്ഷെ വികൃതി കാണിച്ചിരുന്ന കുട്ടികളെ പേടിപ്പിക്കാൻ അമ്മമാർ പറഞ്ഞ് അങ്ങനെ പതിഞ്ഞതാകാം ഈ പേര്. തർക്കങ്ങളുണ്ടാകാം, എന്നാൽ തർക്കങ്ങൾക്ക് ഞങ്ങളില്ല. 25 വർഷങ്ങൾക്ക് മുമ്പ് വരെയും കുട്ടികൾ ഓടിത്തിമർത്ത് ആഘോഷിച്ച് നടന്നിരുന്നൊരു ചരിത്രം ഈ കുന്നിന് പറയാനുണ്ട്. പുലിയളപ്പാറയും ആനപ്പാറയും സോപ്പുംപെട്ടിപ്പാറയും മുളയത്തിൻ്റെ കൊച്ചഹങ്കാരത്തിൻ്റെ പ്രതീകമായി നിലനിന്നിരുന്നവ ഇന്നില്ല. നമ്മുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി അവ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെട്ടു. പ്രകൃതിയെ സംരക്ഷിക്കാം. മരം ഒരു വരം. 1ാം ക്ലാസ് മുതൽ നാം പഠിച്ച പാഠങ്ങൾ പ്രാവർത്തികമാക്കിയതോ ഭൂമിയുടെ മാറി വളർന്നുകൊണ്ടാണ്. നമ്മൾ നശിപ്പിച്ച മലകളും കുന്നുകളും കൊച്ചരുവികളുമെല്ലാം പുനഃസൃഷ്ടിക്കാൻ ഇനി നമുക്കാവുമോ? പ്രകൃതി നമുക്കായി ഒരുക്കിത്തന്ന രക്ഷാകവചങ്ങളെ നശിപ്പിച്ച് നമ്മൾ നമ്മുടെ തന്നെ മരണക്കുഴി തോണ്ടുകയല്ലേ ചെയ്തത്? ചിന്തിക്കാൻ അറിയാവുന്ന മനുഷ്യർ ചിന്തിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരങ്ങൾ ഒന്നിനും ഒരു പരിഹാരമാവില്ലെങ്കിലും നാളേക്ക് വേണ്ടി ഒന്നും ബാക്കി വയ്ക്കാതെ വിത്തുകുത്തി ഉണ്ണുന്നവൻ്റെ ദുർഗതിയെ ഓർത്ത് സങ്കടം തോന്നുന്നു. സന്ധ്യ മയങ്ങി തുടങ്ങി. ഞങ്ങൾ ഇനിയൊരു യാത്രയുടെ തുടക്കത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് കോക്കാൻകുന്നിനോട് വിട പറഞ്ഞു. ഇവിടെ വരെ എത്തിയടാ. ഒരു ചക്ക കൊണ്ട് 10 മണി നീണ്ടു തലക്കണം ഞാൻ. ഭാഗ്യേട്ടാ.
കാണിച്ചു ഇതിലെ വാ ഒരു തെറ്റിപ്പോയി. അതെ ഇങ്ങനെ ഗ്യാപ്പില് മൊബൈലൊക്കെ വെച്ച്